പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണോ നിനക്കത്, എല്ലാം നിങ്ങൾ പഠിക്കണം, എല്ലാം നിങ്ങൾ പഠിക്കണം, എല്ലാം നിങ്ങൾ പഠിക്കണം. ഇന്ത്യൻ ന്യൂസ് ടൈം പ്രതിഭകളിലേക്ക് എന്നുള്ള പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഗഫൂർ വായോളി എന്ന് പറയുന്ന മനുഷ്യനായിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം തന്നെ ഇറക്കുന്നുണ്ട്. എൻ്റെ പൂച്ച നിങ്ങളുടെയും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു കവി എന്നപ്പുറത്ത് ഒരു നല്ല വായനക്കാരൻ കൂടിയാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും അതുപോലെ ആസ്വാദകൻ കൂടിയാണ്. അദ്ദേഹത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. തീർച്ചയായും ഈ വായനാ പക്ഷാചരണത്തിൻ്റെ അനുബന്ധിച്ച് തന്നെയാണ് മാഷിൻ്റെ പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകത്തെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ പുസ്തകം ഒരു സർവതല സ്പർശിയായിട്ടുള്ള പുസ്തകമാണ്. നമ്മുടെ സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റേതായ ഭാഷയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കവിതയോ അല്ലാതെയോ എന്ന് വിളിക്കാവുന്ന വിധത്തിൽ എൻ്റെ വരികൾ അതിൽ നിങ്ങൾക്ക് കാണാം. അത് മുഴുവനായിട്ട് നിങ്ങൾ ഓരോരുത്തരും വായിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. പക്ഷേ ഈ വിശപ്പിനെ കുറിച്ച് വല്ലാതെ പറയുന്നുണ്ട്. അത് കളഞ്ഞു പോകുന്ന വറ്റ് അത് എൻ്റെ വിശപ്പാണ് എന്ന് ഏതോ ഒരു കവിതയിൽ താങ്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വിശപ്പിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് വായനച്ച് അറിവുള്ള ആളുകളാണ് കുറേ ആളുകൾ. ഇപ്പം എന്നോടാണ് വിശപ്പ് എന്താണെന്ന് മനസ്സിലായി. പക്ഷെ പുതിയ കാലത്ത് വിശപ്പ് പുതിയ ആൾക്ക് അറിഞ്ഞുകൂടാ, അനുഭവം വളരെ കുറവാണ്. പക്ഷെ അനുഭവിച്ച ആളെ പോലെയാണ് ആ എഴുത്ത് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് ഇത്രയും വിശപ്പും പ്രയാസങ്ങളും അനുഭവിച്ച കാലഘട്ടത്തിലൂടെയാണ് താങ്കൾ വളർന്നു വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തീർച്ചയായും വിശക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്നം ഉൽപ്പാദിപ്പിക്കുന്ന ജനങ്ങളോട്, കർഷകരോട്, കർഷക തൊഴിലാളികളോടുള്ള എൻ്റെ പ്രതിബദ്ധത കൂടിയാണ് ആ കവിത. ഞാൻ ഓർക്കുന്നത്, കളയുന്ന ഓരോ വറ്റും വിതുമ്പുന്ന വിശപ്പാണ് എന്നാണ് ആ വരികൾ. അതെ 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 വിതുമ്പുന്ന വിശപ്പാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങളൊക്കെ ജീവിച്ച ആ കാലഘട്ടം, ഇപ്പൊ നിങ്ങളുടെ യുവത്വം, എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ വലിയ പട്ടിണിയും പരിഭവങ്ങളും പ്രയാസങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു തോന്നുന്നത്. അതൊക്കെ മാഷും അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഈ കാലഘട്ടം, വിശേഷിച്ചും മഴക്കാലം, എല്ലാ ഭക്ഷണ ധാന്യങ്ങൾക്കും ഭക്ഷ്യവിഭവങ്ങൾക്കും ക്ഷാമം നേരിടുന്ന കാലമാണ്. വിശേഷിച്ച് അരി. അന്ന് ചക്ക, മാങ്ങ തുടങ്ങിയിട്ടുള്ള ഫലങ്ങളിലാണ് നമ്മുടെ സാധാരണക്കാർ കേരളത്തിൽ ഉപജീവനം നടത്തിപ്പോയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിശപ്പടക്കി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കവിത എഴുതാനുള്ള കാരണം. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ചും ആ ഒരു പഴയ കാലഘട്ടങ്ങളിൽ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾക്കൊന്നും വലിയ വിദ്യാസമ്പന്നത നേടാനൊന്നും കഴിഞ്ഞില്ല, വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശങ്ങളിൽ. തീർച്ചയായും. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് പിന്നെ നിങ്ങൾ വലിയ വിദ്യാഭ്യാസം നേടുകയും അതോടൊപ്പം തന്നെ വിവിധ ജോലികളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അധ്യാപകനായി, പിന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചു, അതുപോലെ അവസാനം പിന്നെ ഫോറസ്റ്റിൽ, വനവകുപ്പിൽ നിങ്ങൾക്ക് ജോലി കിട്ടി. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിലൂടെയുള്ള യാത്ര നിങ്ങളുടെ എഴുത്തിനെ, നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സമീപിച്ചത് ആ ഒരു ഇതിലൂടെ? എൻ്റെ തൊഴിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ അധ്യാപകനായി പുത്തൂർമട സ്കൂളിലും തുടർന്ന് 8 വർഷത്തോളം ഒളവണ്ണ ഹെൽത്ത് സെൻ്ററിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്ലാർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യജീവൻ്റെ നിസാരതയും മനുഷ്യനെ സഹായിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ട്. അവരെൻ്റെ സുഖമാണ് എൻ്റെ സുഖം എന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അത്. പിന്നീട് ഞാൻ പോകുന്നത് വനവകുപ്പിൽ നക്ഷത്രങ്ങളുള്ള ഫോറസ്റ്ററായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസറായിട്ട് തന്നെയാണ്. അവിടുന്ന് എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഏറ്റവും ദുർബലരായിട്ടുള്ള ആദിവാസി അധസ്ഥിത വർഗങ്ങളുടെ പട്ടിണി, ദാരിദ്ര്യം, അപ്പം അവരെയും നമ്മൾ പാർശ്വവൽക്കരിച്ച സ്ഥിതിയാണുള്ളത്. പദ്ധതികളും ധനസഹായവും ഉണ്ടെങ്കിലും അവരുടെ ജീവിതമൊന്നും ദുരിതത്തിൽ തന്നെയാണ്. അത് നമ്മൾ ഈ ഒരു ചർച്ച കൊണ്ട് മാത്രം തീരുമെന്ന് തോന്നില്ല. അവരോടുള്ള ആഭിമുഖ്യം എൻ്റെ ഓരോ എഴുത്തിലും ഇനിയും ഉണ്ടാകും. ഇതിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കവിതകളാണ്.
ആ കുഞ്ഞു കവിതകളിൽ വലിയ ആശയങ്ങളാണ് മാഷ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ പല ഗദ്യ കവിതകൾ, ഗദ്യ കവിതകൾ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പിന്നെ ഇങ്ങനെ ഒരു കവിത ഈ ഒരു തരത്തിലേക്ക് എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു, അല്ലാതെ നമ്മൾ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ചെങ്ങമ്പുഴയുടെ വാഴക്കുല പോലെയുള്ള കവിത ഒന്നും ഇന്നത്തെ കാലത്തിന് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ആ കവിതകളിലൂടെ ഒക്കെ പോയത് കൊണ്ടാണ് എനിക്കത് എഴുതാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വാസ്തവം. അവരുടെ ഒക്കെ കാഴ്ചകളുടെ ഉൾക്കാഴ്ച ഒരു പക്ഷേ ഈ കവിതയ്ക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ അനുവാചകനോട് സംവദിക്കാൻ എളുപ്പമുള്ള വഴിയാണ് ഞാൻ ഏറ്റവും ലളിതമായ ഭാഷയിൽ ഈ കവിത എഴുതാനുണ്ടായ കാരണം. ഉദാഹരണത്തിന്, നാടു നീങ്ങിയ കോളനി ഭരണത്തിലും കാടുമൂടിയ കോളനി മനസ്സുകളിൽ ഉന്നതിയുടെ വെളിച്ചമെത്തിച്ച മന്ത്രി കെ രാധാകൃഷ്ണനാണ് താരം. ഈ നമ്മൾ എന്നും ബാങ്ക് മെൻസ് കോളനി, ബാങ്ക് ഓഫീസേഴ്സ് കോളനി തുടങ്ങി കോളനി പദങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കും. അത് തന്നെയാണ് നമ്മളൊരു അധസ്ഥിതന്റെ ഒന്നായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രാമത്തിനും നമ്മൾ വിളിക്കുന്നത്. ആ കോളനി എന്നുള്ള പദം ഒഴിവാക്കി ഉന്നതി എന്ന് എഴുതാൻ അല്ലെങ്കിൽ മാറ്റാൻ ഒരു മന്ത്രി വേണ്ടി വന്നു നമുക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ കോളനി പേർന്നവരുടെ മനസ്സിലേക്ക് ഉന്നതി എത്തിക്കാൻ, ഉന്നതിയുടെ വെളിച്ചം എത്തിക്കാനാണ് ഈ വരികൾ ഞാൻ എഴുതിയത്. മാഷിന്റെ കവിത ഉന്നതി, അതിൽ കൃത്യമായ ഒരു പൊളിറ്റിക്സ് ആണ് സമൂഹത്തോട് വെക്കുന്നത്. അത് പ്രത്യേകിച്ചും പിന്നെ ഏറ്റവും പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ രാഷ്ട്രീയം പറയാനുണ്ടാവുന്ന അല്ലെ അനുഭവങ്ങൾ എന്താണ്? അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലിയോട് സേവനത്തോടു കൂടി ചേർന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളാണ് ആദിവാസികൾ, അതുപോലുള്ള വനത്തോട് ചേർന്ന് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ. അവരുടെ ദുരന്തവും ഉള്ള ജീവിതം തുടരുകയാണ്. നിരവധി പദ്ധതികൾ വന്നിട്ടും സാരമായിട്ട് അവരുടെ സാമൂഹ്യ പുരോഗതിയോ സാമ്പത്തിക നിലയോ മെച്ചപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ സമ്പന്നരുടെ കോളനിക്ക്, സമ്പന്നരുടെ വീടിന് കോളനി എന്ന് പറയും, ബാങ്ക് മെൻസ് കോളനി. അതുപോലെ ആദിവാസിയുടെയും കോളനി. പക്ഷെ അത് മാറ്റാൻ വേണ്ടി നമുക്കൊരു സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞതാണിത്. ഇപ്പോൾ നമ്മൾ പിന്നെ ഇന്ന് കവികളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തെ പോലെയല്ല. പണ്ട് ഒരു കവിത എഴുതി കഴിഞ്ഞു വെച്ചാൽ ഒരുപാട് പിന്നെ പുസ്തകങ്ങൾ മാസികകളിലേക്ക് പിന്നെ അയക്കുകയാണ്. പക്ഷെ ഒക്കെ തിരിച്ചു വരും. ഇപ്പൊ MT തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വാസുദേവൻ നായരെന്നും MT എന്ന് പറഞ്ഞിട്ടും വാസുദേവൻ എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും തിരിച്ചു വരാറാണ്. പക്ഷെ ഇന്ന് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയയിലെ കവിതകൾ ഒരു പക്ഷേ സമൂഹത്തിലെ ഏറ്റവും പൊള്ളുന്ന വാക്കുകളെ കൊണ്ട് നമ്മളെ പൊള്ളിക്കുന്ന കുറേ കവിതകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരം കവിതകളെ കുറിച്ച് പിന്നെ IQ കവിതകൾ എന്നൊക്കെ പറയാം, പുതിയ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം കവിതകളെ കുറിച്ച് പിന്നെ അത്തരത്തിലുള്ള കവിതകൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുമുള്ളത്. ഇത് പെട്ടെന്ന് നേരിട്ട് മനുഷ്യനുമായി സംവദിക്കുകയാണ്. അല്ലാതെ പിന്നെ നമ്മളുടെ പഴയ കാലത്തെ ഉള്ളൂരിൻ്റെയോ ചെങ്ങമ്പുഴയുടെയോ ONV-യുടെയോ ഒന്നും കവിത രീതിയല്ല. ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരാൻ മാഷക്ക് എന്താ? തീർച്ചയായും ഈ പുസ്തകത്തിന് അവതാരിക ചെയ്തിട്ടുള്ള ഡോക്ടർ ആഫീസ് മുഹമ്മദ് സാർ അത് പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ അക്ഷരങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കുറഞ്ഞ പദപ്രയോഗം കൊണ്ട് ഏറ്റവും നന്നായി എഴുതിയിട്ടുള്ള ഒരു സൈബർ കവിത എന്ന് വേണമെങ്കിൽ ഈ പുസ്തകത്തിനെ വിവരിക്കാമെന്നാണ്, വിശേഷിപ്പിക്കാമെന്നാണ്. അത് തന്നെ അതിൻ്റെ ഒരു വിജയമാണ്. ആ അവതാരികയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, കവിക്ക് വാക്കുകൾ തങ്കാഭരണങ്ങളാണ്. അത് വേണ്ടതിനും വേണ്ടാത്തതിനും പ്രയോഗിക്കാനുള്ള ഉള്ളിൽ കൊള്ളുന്ന, മനസ്സിൽ തറക്കുന്ന വാക്കുകളാണ് കവി ഉപയോഗിച്ചതെന്ന് അയാൾ അസന്നിഗ്ധമായിട്ട്, സാറയിൽ അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. അത് ഈ കവിതയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നു. മാഷക്ക് ഒരു ഭാഗ്യമുള്ള ഞങ്ങളുടെ യുവത്വം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലായിരുന്നു. കാരണം KN പോലെ, BMG-യെ പോലെയുള്ള ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ, സുഹൃത്ത് വലയങ്ങൾ, ഇപ്പം പെരുമണ്ണയിലെ ചെങ്കതിർ കലാവേദി, വായനശാല ഏറ്റവും സജീവമായി നിന്ന ഒരു സാംസ്കാരിക പ്രവർത്തനം നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളുടെ യുവത്വം വളർന്നു വന്നത്. KN-നെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ SSLC കാലത്താണ്. അതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ചെങ്കതിർ കലാവേദി എന്ന പെരുമണ്ണയിലെ കലാവേദിയാണ് അദ്ദേഹത്തോടായിട്ടുള്ള എൻ്റെ അടുപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീട് KN
ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, വി എം ഗോപാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരുടെ ഒരു വൃത്തത്തിൽ മിക്കപ്പോഴും ഒരു ഉപഗ്രഹം പോലെ അവരെ പിന്നാലെ നടന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരെ പിന്നാലെ ആ നടന്ന ഉപഗ്രഹം എന്ന് പറഞ്ഞതിൽ ഒട്ടും എനിക്ക് അഭിമാനക്ഷതയില്ല. എൻ്റെ വീക്ഷണം രൂപപ്പെടുത്താനും സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്താനും മാനവികത എൻ്റെ നിലപാടിലും ദർശനത്തിലും ഉറപ്പുവരുത്താനും അവരോടുള്ള എൻ്റെ സൗഹൃദം സംസർഗം സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അസന്നിഗ്ധമായിട്ട് പറയാനാവും. ഞാനും കെയ്യനും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ അവരെന്നും എന്നെ അവരുടെ ഒപ്പമുള്ള ഒരാളായിട്ടാണ് എന്നെ പരിഗണിച്ചത്. മാത്രവുമല്ല, കെയ്യൻ സ്വന്തം വീട്ടിൽ പോയി എനിക്ക് ഈ നീർദോശ തരുക മാത്രമല്ല, നെയ്യ് വരുന്ന നിർദോശ തരുക മാത്രമല്ല ചെയ്തത്, പുസ്തകങ്ങൾ വായിക്കാൻ തന്നിട്ട് അതിൽ പ്രസക്തമായ ഭാഗങ്ങൾ അടിവരയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ. അത് എൻ്റെ വായനാ ലോകത്തിനെ അതിവിശാലമാക്കി എന്നുള്ളതാണ്. പിന്നെ പുതിയ പുസ്തകങ്ങൾ, പിന്നെ പുതിയ ചിന്തകൾ ഒക്കെ വീണ്ടും, പുതിയ കവിതകളും ഒക്കെ ആയിട്ട് വീണ്ടും വരണം. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാം. നിങ്ങളുടെ കുടുംബം, ഉമ്മ, ഉപ്പ, എനിക്ക് തോന്നുന്നത് നിങ്ങളെയൊക്കെ ഉപ്പ വളരെ കഷ്ടപ്പെട്ട്, വളരെ പിന്നെ തീർത്തും ഒരു മുസ്ലിം വിഭാഗത്തിൽ ജനിച്ച് അത്ര ഫോർവേഡ് ഒന്നും അല്ലാത്തൊരു കാലഘട്ടത്തിൽ ആണ് നിങ്ങളെ വളർത്തിയത്. അപ്പോഴും നിങ്ങളൊരു ഫോർവേഡായി ജീവിക്കുകയും മതനിരപേക്ഷതയോടൊപ്പവും മാനവീയതയോടൊപ്പവും നിലനിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ അന്നത്തെ കാലത്തും കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെക്കേപ്പാടം, പെരുമണ്ണ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മതനിരപേക്ഷതയുടെ ഒരു മണ്ണായിരുന്നു. ആ മണ്ണ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കപ്പെടുന്നത് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തന വിവിധ കക്ഷി രാഷ്ട്രീയക്കാരുടെയും ഒക്കെ വളരെ സൗഹൃദപരമായ ജീവിത നിലവാരത്തിൻ്റെ. പക്ഷെ അന്നത്തെ ഒരു പ്രയാസം എന്നുള്ളത് പട്ടിണി, പരിഭവങ്ങൾ, ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിജീവിച്ച് ഒരു കവിയായിട്ടും അല്ല വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും, പിന്നീട് ഒരു കവിയായിട്ടും ഒരുപാട്, എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഞാൻ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം തന്നെ നിങ്ങളും എന്നോട് എപ്പോഴും വായനയെക്കുറിച്ചും എനിക്ക് വായിക്കാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വായിക്കാനുള്ള ഈ ത്വര ബാപ്പയിൽ നിന്നാണോ അല്ലെങ്കിൽ ഉമ്മയിൽ നിന്നാണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണോ ഒക്കെ ഉണ്ടായത്? അതിൽ എനിക്ക് പറയാനുള്ള കാര്യം, വായനനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എൻ്റെ ഉമ്മ സാരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന 47 ഉമ്മ പുത്രമട സ്കൂളിൽ വിദ്യാർത്ഥിനിയാണ്. മറ്റൊരു ഭാഗം എൻ്റെ വാപ്പ തികഞ്ഞൊരു വിശ്വാസിയും ഒരു മതപണ്ഡിതൻ, അല്ലെങ്കിൽ ആ നിലക്ക് ഒരു മതത്തിനെ പറ്റി അത്യാവശ്യം ഗ്രാഹ്യമുള്ള ഒരാളുമായിരുന്നു. വാപ്പ എൻ്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇടപെട്ടിരുന്നില്ല. വാപ്പയുടെ വിശാല മനസ്കത, ഉമ്മയുടെ അക്ഷരജ്ഞാനം ആണ് എന്നെ ഒരു മനുഷ്യനായിട്ട് രൂപപ്പെടുത്തുന്നതിൽ, ഒരു സാമൂഹ്യ ജീവിയായിട്ട് രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ പുതിയ കാലത്ത് സാംസ്കാരിക പ്രവർത്തനം, അപ്പം നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, പറഞ്ഞ കാര്യമാണ് കെയ്യനെ പോലെയുള്ളവർ വിമർശിക്കപ്പെടുന്ന, അതായത് മത നിരപേക്ഷവാദിയും മനുഷ്യസ്നേഹിയും ഒരുപാട് പുസ്തകങ്ങളുടെ കർത്താവും ഗ്രന്ഥകർത്താവുമാണ് അദ്ദേഹം. കാരണം സാംസ്കാരിക കേരളത്തെ ഈ രൂപത്തിലേക്ക് പാകപ്പെടുത്തി വരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു മനുഷ്യനാണ്. തീർത്തും മതരഹിതനുമാണ്. അത്തരം ആളുകളെപ്പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതിനെങ്ങനെയാണ് മുറിച്ചു കിടക്കുക എന്ന് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? എങ്ങനെ ചെയ്യും? കെയ്യനെ പറ്റി ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞത് പറയുന്ന പോലെ ജീവിക്കുന്ന ഒരാളെന്നാണ്. അങ്ങനെ എനിക്ക് പറ്റില്ല. അപ്പം അത്തരം ആളുകളെ പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകളെ വേട്ടയാടുന്നത് കൃത്യമായ സാമൂഹ്യ വിരുദ്ധ മനോഭാവമുള്ളവരും മാനവികതക്കെതിരെയുള്ള പ്രവർത്തിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുമാണ്. അവരെ നമ്മൾ തിരിച്ചറിയുകയും ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മതേതര കാഴ്ചപ്പാടുള്ളവരെ നമ്മളെ കൂടെ അണിനിർത്താൻ നമ്മൾ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആ ആശയങ്ങൾ ഉൾക്കൊള്ളും, മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെങ്കതിർ കലാവേദി പോലുള്ള വായനശാലകൾ പോലുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ കടമ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പിന്നെ ഈ നാട്ടിൽ ഇന്നിപ്പോൾ വായനാ ദിനങ്ങൾ ആണ്. ജൂൺ 19 വായനാ ദിനമാണ്. ഈ വായന
പുതിയ ചെറുപ്പക്കാർ വായിക്കുന്നില്ല എന്നുള്ള ഒരു ചർച്ച പൊതുവെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനോട് അത്ര യോജിക്കുന്നൊന്നുമില്ല. ഈ വായനകൾ നന്നാക്കി നടക്കുന്നുണ്ട്. ഈ വായനകൾ നന്നാക്കുന്നത് പുസ്തകങ്ങൾ തന്നെ പുതിയ ചെറുപ്പക്കാരികൾ പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പെൺകുട്ടികൾ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരാൻ ഇപ്പം സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്കറിയാം, ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്നതല്ലേ ഇന്നത്തെ കാലത്ത്? തീർച്ചയായും അതിൻ്റെ കാര്യം എനിക്ക് വിശേഷാൽ അനുഭവം കൊണ്ട് പറയാൻ പറ്റും. എൻ്റെ പ്രീ ഡിഗ്രി ബാച്ചിൽ 120ഓളം കുട്ടികളുണ്ടായിരുന്നു. അതിൽ കേവലം പെൺകുട്ടികൾ 10-ൽ താഴെയാണ്. ഇന്ന് ഫാറൂഖ് കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ തേടുന്ന കുട്ടികളിൽ 90% പെൺകുട്ടികളാണ്. PGക്ക് അഡ്മിഷൻ തേടുന്നതിൽ കുട്ടികൾ 100% വരെ പെൺകുട്ടികളാണ്. അത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നേടി അവിടെ എത്തുന്നത്. അർഹത കൊണ്ടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മെറിറ്റിൽ എത്തുന്നതാണിത്. അപ്പോൾ ആ മെറിറ്റിലേക്ക് നയിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് പുതിയ കാലത്ത് മുസ്ലിം വിദ്യാർത്ഥിനികളുടെ പഠന ലോകത്ത് മലബാറിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ സ്ഥാപനമാണ് ഫാറൂഖ് കോളേജ്. ഇസ്ലാമിക ഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ തന്നെ തുടങ്ങുന്നതും ഇഖ്റ നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നാണ്, വായിക്കുക നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നാണ്. ആ വിധേനെ മുഖ്യധാര സമൂഹങ്ങളുടെ ഒപ്പം മുസ്ലിം പെൺകുട്ടികളുടെയും യുവതലമുറയെയും വളർത്തുന്നതിൽ വിദ്യാഭ്യാസത്തിന് ഏറെ പങ്ക് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ അക്ഷരജ്ഞാനം ആർജിച്ചതോടുകൂടി മുസ്ലിം പെൺകുട്ടികൾ എന്നല്ല എല്ലാ വിഭാഗം പെൺകുട്ടികളും സാക്ഷരരാകുക മാത്രമല്ല എഴുത്തുകാരും കലാകാരികളും സിനിമ എടുക്കുന്നവരുമായിട്ട് വളർന്നിട്ടുണ്ട്. അതിന് വിദ്യാഭ്യാസം വഹിച്ച പങ്ക് ചില്ലറയല്ല. മാഷിന്റെ നിങ്ങളുടെ പൂച്ച എന്റെയും എന്നുള്ള കവിതാ സമാഹാരം 28-ാം തീയതിയാണ് പ്രകാശനം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു. എൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് ഈ പുസ്തകം, എൻ്റെ പൂച്ച നിങ്ങളുടെയും. അതിലെ പ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ KN കുഞ്ഞഹമ്മദാണ്. മറ്റൊരാൾ ഊരാളുങ്കൽ സൊസൈറ്റിൻ്റെ ഒരു ജീവനാഡിയായിട്ടുള്ള ഡയറക്ടർ ഡോക്ടർ AK ജയരാജാണ്. മാത്രവുമല്ല നമ്മുടെ പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ആ വേദിയിൽ സന്നിഹിതരാവണം. നമ്മുടെ പെരുമണ്ണ BD വർക്കേഴ്സ് ക്യാൻറ്റീനാണ് അതിൻ്റെ പരിസരം. 4:30 28-ാം തീയതി 4:30 ഞായറാഴ്ച നിങ്ങൾ എവരെയും ആ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, വലിയ വിജയമാവട്ടെ പരിപാടി. തീർച്ചയായിട്ടും. പിന്നെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചിട്ടില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചിട്ടില്ലെങ്കിൽ വളയും. ഏതായാലും ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന നിങ്ങൾക്ക് സ്നേഹ അഭിവാദ്യങ്ങൾ. നന്ദി. എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ നല്ല കാര്യത്തിനും എപ്പോഴും ഏത് സമയത്തും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും.